ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബജ്ജിയാണ് കേട്ടോ, വാഴക്ക വെച്ചിട്ട്. അപ്പോൾ ഉമ്മയൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ബജ്ജി മാവ്. അപ്പോൾ അവർ വീട്ടിലുണ്ടാക്കി, അപ്പോൾ ഞങ്ങൾക്ക് വാങ്ങിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇനി നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ബജ്ജി മാവ് എടുത്തിട്ട് നമുക്ക് കുഴച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉപ്പ്, മുളക്, കായപ്പൊടി എല്ലാം ഉണ്ട് കേട്ടോ. വെറുതെ ഒന്ന് കലക്കി വെച്ചാൽ മാത്രം മതി. അപ്പം ഞാൻ ഒരു ഉച്ച ടൈമിലാണ് കേട്ടോ കലക്കി വെക്കുന്നത്. വൈകുന്നേരത്തേക്ക് 4 മണിക്ക് പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ ഇളക്കിയെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ വെള്ളം ഏറിപ്പോവും. അപ്പോൾ നമുക്ക് ബജ്ജി ഉണ്ടാക്കുകയാണെങ്കിൽ മുളക് വെച്ചിട്ട് മുട്ട, വാഴക്ക, ഉള്ളി, കിഴങ്ങ് എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ മുളക് വെച്ചുണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എരിവില്ലാത്ത മുളകൊക്കെ ഉണ്ടെങ്കിൽ ബജ്ജി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് മാവ് നല്ലൊന്ന് ഈ പരുവത്തിൽ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കതൊന്ന് പൊങ്ങാനായിട്ട് ഒരു അരമണിക്കൂർ വെക്കാം, എന്നിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ബജ്ജിക്കുള്ള കായ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ബത്തേരി കഴിഞ്ഞ തിങ്കളാഴ്ച വന്നിട്ട് 2 ബത്തേരിയിൽ നിന്ന് വാങ്ങാതെ വന്നു കേട്ടോ. അമ്മ വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് വാങ്ങാതെ വന്നു. ബീനാച്ചിയിൽ ഉണ്ടാവും എന്നും പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. ബീനാച്ചിയിൽ വന്നിട്ട് പഴക്കടയിൽ ചോദിച്ചപ്പോൾ പച്ചക്കറി കടയിലൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ അവിടെ ഒന്നും ഇല്ല, ബജ്ജിക്കായ് ഇല്ല, ബത്തേരി പോകേണ്ടിയിരുന്നു പറഞ്ഞു കേട്ടോ. 2 കടയിൽ ചോദിച്ചു, അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ വന്ന് രാത്രി വരുന്ന സമയത്ത് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ. കായ് നല്ല ഫ്രഷാണ് കേട്ടോ, വാടിയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കതൊന്ന് കട്ടാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ നമ്മുടെ കൊറോണൻ്റെ ടൈമിലൊക്കെ അങ്ങനെ മക്കൾ പറയുമായിരുന്നു കേട്ടോ ചെയ്യാമെന്നൊക്കെ. അപ്പോൾ എനിക്കിങ്ങനെ വർത്തമാനം പറയാനും സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയുള്ളത് കാരണം നമുക്ക് ചെയ്യണ്ട, പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നു കേട്ടോ. അപ്പോൾ ഒന്നും ചെയ്യാൻ നിന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പഞ്ചായത്തിൻ്റെ പണി ഉണ്ടാവുമല്ലോ, ഈ 100 നാൾ പണി പറഞ്ഞിട്ട്. അപ്പോൾ അതിനെല്ലാവരും എഴുതി കൊടുത്തപ്പം ഞാനും അതിന് എഴുതി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് എഴുതി കൊടുക്കാൻ നിന്നപ്പോൾ മുപ്പര് പറഞ്ഞു വേണ്ട, അതിനൊന്നും പോകാൻ പറ്റില്ല, പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ സൈലൻ്റായി വിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ടും കുറേ ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് നമ്മളെ നെയ്ബർ എന്തോ ജോലിക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ ഇങ്ങനെ എഴുതി കൊടുത്തിരിക്കണ. അപ്പോൾ നമുക്കതിന് എഴുതി കൊടുക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മുന്നും പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ. ഞാൻ ഇതേപോലെ സ്കൂളിലേക്ക് സൈൻ ഇടാൻ പോകാൻ നിൽക്കുകയായിരുന്നു. പ്രോഗ്രസ് കാർഡ് സൈൻ ഇടാൻ പോകാൻ നിൽക്കുന്ന ടൈമിലാണ് അവൾ പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ പണിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ റോട്ടിൽ സൈഡിലൊക്കെ പുല്ല് വെട്ടുക, കാട് വെട്ടുക, അങ്ങനത്തെ പണികളും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ നെയ്ബർ വന്നിട്ട് വേറെ എന്തെങ്കിലും സൂപ്പർവൈസർ പണിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ എടുക്കാമെന്നുള്ളൊരു കണ്ടീഷനിലാണ് മുപ്പത്തേര് ഇതിന് പോകാമെന്നുണ്ട്. ഞാനെന്തോ അതൊന്നും വിചാരിച്ചതേ ഇല്ല കേട്ടോ, എന്താണ് ഇതിൻ്റെ കഥ എന്നൊന്നും. അപ്പോൾ അങ്ങനെ പോയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി പഞ്ചായത്ത് പോയി എഴുതി കൊടുത്തു. ആദ്യം എഴുതി കൊടുത്ത സമയത്ത് എല്ലാവർക്കും അതിൻ്റെ കാർഡ് വരാനൊക്കെ 1 മാസം 2 മാസമൊക്കെ വൈകിട്ടോ. പക്ഷേ ഞങ്ങൾ പോയി എഴുതി കൊടുത്ത് ഫോട്ടോ എടുത്ത് അതും കൊണ്ടുപോയി കൊടുത്ത് ആധാർ എടുത്ത് പോയി എഴുതി കൊടുത്ത് 2ാമത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് ബുക്കൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ അന്ന് എഴുതി കൊടുത്ത അന്ന് തന്നെ ബുക്ക് പഞ്ചായത്തിൽ പോയി എഴുതി കൊടുത്ത് കടയിൽ പോയി മൂപ്പരടുത്ത് പറഞ്ഞ് ഞങ്ങൾ സ്കൂളിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. സ്കൂളിലേക്ക് ഇങ്ങനെ കുറച്ച് അവിടെ നിന്ന് നടക്കണം. സ്കൂളിലേക്ക് ഇങ്ങനെ എത്താൻ ടൈമായപ്പോണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് അപ്പോൾ ചുയ്യ എവിടെ, ഞാൻ സ്കൂളിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എങ്ങടാ പോകണമെന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ പോകാണ്. അതല്ലല്ലോ, വേറെ എവിടേക്കോ പോകുന്നുണ്ട് പറഞ്ഞല്ലോ എന്നാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ എങ്ങോട്ടാ പണിക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്നാണ്. അപ്പോൾ അതിന് പഞ്ചായത്തിൽ എഴുതി കൊടുക്കണം, എന്നാൽ പോകണ്ട കേട്ടോ, പിന്നെ എൻ്റെ മാപ്പിളക്ക് ഇഷ്ടമല്ലാതെ നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു.
അപ്പം ഞാനിത് എഴുതി കൊടുത്ത പഠന മൂപ്പര് ഉപ്പാക്ക് വിളിച്ച് പറഞ്ഞിരിക്കണം കേട്ടോ. അങ്ങനെ ഉപ്പാൻ്റെ വക നല്ല ചീത്ത കേട്ടു കേട്ടോ. അപ്പോൾ അതിന് പോകണ്ടെന്നുള്ളൊരു കണ്ടീഷനിൽ അത് കേട്ടു. അപ്പോൾ സ്കൂളിൽ പോയി വന്ന് വീട്ടിലേക്ക് എത്തിയപ്പോക്കിന് മോളും വിളിച്ചു, മോളോടത്തും പറഞ്ഞിരിക്കണം, മോളും ചീത്ത പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒക്കെ ഇരിക്കുന്ന സമയത്ത് എല്ലാവർക്കും അവിടെ ഓരോ കൈത്തൊഴിലും പണിയൊക്കെ ആയിട്ട് അവരൊക്കെ പോകാൻ നമുക്ക് എന്തായാലും ഇനി പോകാൻ പറ്റില്ല. അപ്പോൾ കയ്യിൽ കാർഡൊക്കെ കിട്ടി അതിൻ്റെ പഞ്ചായത്തിൻ്റെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ വിട്ടാലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാൻ പറ്റുമോ നോക്കാം എന്നൊക്കെയുള്ള ഒരു കണ്ടീഷനിലാണ് യൂട്യൂബ് ഇതിൽ വീഡിയോ ഇടാൻ തുടങ്ങിയത് കേട്ടോ. തുടങ്ങിയ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ വർത്തമാനം പറയാനും അതിനൊക്കെ മടിയായിരുന്നു കേട്ടോ. കുറേ വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്നത്തെ സമയത്ത് വന്നിട്ട് എഡിറ്റും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ വീഡിയോ മാത്രം എടുത്ത് ഇങ്ങനെ കൊടുക്കും കേട്ടോ. എഡിറ്റും കാര്യങ്ങളൊക്കെ മോൻ തന്നെ ചെയ്ത് തന്നിരുന്നു. പിന്നെ ഞാൻ മോനോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ കോളേജിൽ പോകുന്നതിൻ്റെ മുന്നേ എനിക്ക് പഠിക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇരുന്ന് പഠിച്ചതാണ് കേട്ടോ. അങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോ ഇട്ടെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ബജ്ജിയും കാര്യങ്ങളൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം മക്കൾ ഇന്ന് ടൗണിൽ പോയ സമയത്ത് സൈലബാൻ സ്വീറ്റ്സ് ഉണ്ടല്ലോ, മിഠായി, അത് വാങ്ങിച്ച് വന്നിട്ടുണ്ട്. കുറേ ആയിട്ടുണ്ട് കേട്ടോ അവർ പറയുന്നത്. അപ്പം മക്കൾ ബത്തേരി പോയി വന്നപ്പോഴേക്കും ഞാൻ ബജ്ജിയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തിന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം മിഠായി ഒക്കെ പൊട്ടിച്ച് അതൊക്കെ തിന്നുകയാണ് കേട്ടോ മക്കൾ. എല്ലാവരും അതിന്മേൽ കൂടിയിരിക്കുകയാണ്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.